ഹായ്, നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പള്ളിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലായി നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വീടാണ് ഇത്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം അകലെയായി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഈ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 6.5 കിലോമീറ്റർ ആണ്. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റിന്റെ നിർമ്മാണം. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് വരുന്നത്. ഒരു ചെറിയ ഫോൾഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. മതിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2-way LED ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഇന്റർലോക്ക് ചെയ്ത് പഞ്ചായത്ത് റോഡാണ് വീടിന്റെ മുന്നിലായി വരുന്നത്. വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ നേരെ കാണുന്നത് ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ആണ്. വലിയ ഇന്നോവ പോലെയുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാർ പോർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിലുണ്ട്. മുറ്റത്ത് കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. വീട് നിർമ്മിച്ചിരിക്കുന്നത് 5 സെന്റിലായതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഇന്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. വീടിന് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ബോർഡറായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ട് വെട്രിഫൈഡ് ടൈലും കൊടുത്തിരിക്കുന്നു. ഒരു ഭിത്തിയിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണുകൾ പതിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു 2 പാളി ജനൽ സിറ്റ് ഔട്ടിൽ വരുന്നുണ്ട്. ഇതാണ് മെയിൻ ഡോർ. 2 പാളികളായി തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലാണ്. മനോഹരമായിട്ടുള്ള ലിവിംഗ് സ്പേസ്. നല്ല വലിപ്പത്തിലാണ് ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഇരുവശത്തും ജനൽ വരുന്നുണ്ട്. പ്രൊഫൈൽ LED ഫോൾ സീലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് വരുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം 6.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. മുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 7 കിലോമീറ്റർ ദൂരമുണ്ട്. തൃപ്പൂണിത്തുറയിലേക്ക് ഏകദേശം 11 കിലോമീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ എടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം 13 കിലോമീറ്ററുമാണ്. സ്റ്റെപ്പിനടിയിലായി പർഗോളകൾ കൊടുത്തിട്ടുണ്ട്. ഒരു റെഡിമെയ്ഡ് വാഷ് കൗണ്ടറാണ് ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് കിച്ചണിലേക്കാണ്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് അവിടെ വരുന്നത്. മനോഹരമായിട്ടുള്ള കിച്ചൺ വിൻഡോസ് നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 2 ബെഡ്റൂമുകളും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഉള്ളത്. ഇരുവശത്തുമായിട്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട്. 3 പാളി ജനലുകളാണ് വരുന്നത്. ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈനിൽ വരുന്ന ഫ്ലോർ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. കോവ് ലൈറ്റിങ്ങും പ്രൊഫൈൽ LED ലൈറ്റിങ്ങും അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് ബാത്റൂം. വൈറ്റ് കളറിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സുകളെല്ലാം സെറയുടേതാണ് വരുന്നത്. ഇതാണ് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം. ഒരു ഭാഗത്തായിട്ട് 4 പാളി ജനൽ മാത്രമാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഉള്ളതാണ്. താഴത്തെ നിലയിൽ നിന്നും ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. GI സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയയാണ്. ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമാണ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഗ്ലാസ് ആണ് ബാൽക്കണിയിലേക്ക് തുറക്കുന്ന വാളിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം വീടിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ കോവ് ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇരുവശത്തും ജനലുകൾ വരുന്നു. ടൈലുകളെല്ലാം താഴെ ഉപയോഗിച്ചിരിക്കുന്നത് തന്നെയാണ് ഈ മുകളിലത്തെ നിലയിലും ഉപയോഗിച്ചിരിക്കുന്നത്.
അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ വാഷ് ബേസിനാണ്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അവസാന ഭാഗത്ത് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം. ഇവിടെയും വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും വരുന്നുണ്ട്. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. യൂട്ടിലിറ്റി സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് ചെയ്തിരിക്കുന്നത്. വലിയ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ വീടിന് വരുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്റ്റെപ്പുകളിൽ GIയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോകാവുന്നതാണ്. നല്ല വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ് ഈ വീടിന് വരുന്നത്. ഒരു പില്ലർ വരുന്നുണ്ട്. പുറകുവശത്തെ വാളിൽ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചുള്ള പാരപ്പറ്റാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രമാണ് ദൂരം വരിക. വലിയ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള 2 വാഹന പാർക്കിംഗ് സൗകര്യമുള്ള മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിന്റെ വില 86 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.